ഞാൻ പറയുന്നത് CBI കുറിച്ച് പൊതുവായി കോൺഗ്രസിൻ്റെ അഭിപ്രായം എന്താ? കോൺഗ്രസിൻ്റെ അഭിപ്രായം എന്താ? അത് അവർ പറയട്ടെ. CBIയെ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് CPM-ന് എതിരായിട്ട് പല രംഗത്തും ഉപയോഗിച്ചിട്ടുണ്ട്, കോൺഗ്രസിനെതിരായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങൾ കൂടി ഇവിടെ സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. CBI അന്വേഷണമാണ് ഏറ്റവും മെച്ചപ്പെട്ടത് എന്ന അഭിപ്രായമൊന്നും എനിക്കില്ല. നമ്മുടെ കേരള പോലീസ് ഏറ്റവും സമർത്ഥമായ അന്വേഷണം നടത്താൻ പ്രാപ്തിയുള്ള, ബുദ്ധിശക്തിയുള്ള, വളരെ വളരെ ക്ലവറായിട്ടുള്ള പോലീസ് ഓഫീസർമാരും പോലീസ് സേനയുമാണ്. നിങ്ങൾ നോക്ക്, സൈബർ കേസുകൾ, കൊലപാതക കേസുകൾ എത്ര പെട്ടെന്ന് കണ്ടുപിടിച്ച് കുറ്റവാളികളെ കോടതിയുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നത്. അതാ കേരള പോലീസ്. കഴിവും പ്രാപ്തിയുമുള്ളതാണ് കേരള പോലീസ്. ആ കഴിവുള്ള മലയാളികളുടെ കേരള പോലീസ്, ആ കേരള പോലീസിനെ നമ്മൾ അംഗീകരിക്കേണ്ടത് അംഗീകരിച്ചേ പറ്റൂ. അല്ലാണ്ട് കേരള പോലീസ് ആകെ മോശമാണ് എന്ന് വരുത്താനുള്ള ഒരു ശ്രമങ്ങൾക്കും ഞങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ സാധിക്കില്ല. ഈ നമ്മുടെ അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ ഒട്ടനവധി കുറ്റാന്വേഷണങ്ങൾ നടത്തി പേരും പെരുമയും ആർജിച്ചിട്ടുള്ള ഇന്ത്യയിലെ പോലീസ് സേനയിലെ ഏറ്റവും പ്രശസ്തമായ സേനയാണ് കേരള പോലീസ്. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുന്നത് നല്ലതാണ്. എൻ്റെ പേരിൽ വിമർശനം ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല, ഉണ്ടെന്ന് ഞാനും വിശ്വസിക്കുന്നില്ല. സമ്മേളനത്തിൽ ആരെങ്കിലും പോകാറുണ്ടോ? ഇല്ലല്ലോ. ആരോ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ സ്വന്തം ഭാവനയിൽ നിർമ്മിക്കുന്നതല്ലേ. ഭാവനാ സൃഷ്ടികളാണ് പാർട്ടി സമ്മേളനത്തിന് മേലെ വന്നുകൊണ്ടിരിക്കുന്ന പല വാർത്തകളും. ഗോവിന്ദമാഷടക്കം പറയുന്നു എന്ന് ഗോവിന്ദമാഷിന്റെ അടക്കം പേരിലാണ് വാർത്ത വന്നത്. അതായത് ഇ.പി. ജയരാജന്റെ ഭാഗത്ത് നിന്ന് ചില വീഴ്ചകൾ ഉണ്ടായിട്ട് അതുകൊണ്ടാണ് LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഗോവിന്ദമാഷ് തന്നെ ഈ സമ്മേളന വേദിയിൽ പറഞ്ഞു. ഒരു തരത്തിലും അങ്ങനെ ഒരു വാർത്ത അദ്ദേഹം പറയാൻ സാധ്യതയില്ല. എൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല. LDF കൺവീനർ സ്ഥാനത്ത് മാറി എന്നുള്ളത് ശരിയാണ്. അതിന് മാറ്റിയതല്ല, മാറിയതാണ്. അപ്പോൾ ആ കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കാൻ ചിലർക്ക് താല്പര്യം കാണും. അതിന് എൻ്റെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയിട്ട് പറയാത്തത് പറഞ്ഞെന്നും അങ്ങനെ വാർത്തകളുണ്ടാക്കി ഇവിടെ ഒരു വാർത്ത സൃഷ്ടിക്കാൻ അതെത്ര കാലമായി തുടങ്ങിയിട്ട്? ഇപ്പോൾ തുടങ്ങിയതല്ല, ഈ സമ്മേളന കാലഘട്ടത്തിൽ തുടങ്ങിയതല്ല. കുറേ കാലമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതാണ്. അതുകൊണ്ടൊന്നും ഞാൻ തകർന്നു പോയിട്ടില്ല, ഞാൻ തകരുകയുമില്ല. മാഷ് അങ്ങനെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മാഷ് അങ്ങനെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഈ മനുഷ്യനിൽ ആർക്കെങ്കിലും ഒരു പോരായ്മയില്ലാത്ത മനുഷ്യനുണ്ടോ? മനുഷ്യനാണെങ്കിൽ ചിലപ്പോൾ തെറ്റ് സംഭവിക്കും. അതുകൊണ്ട് തെറ്റേ സംഭവിക്കില്ല എന്ന് ഒരു മനുഷ്യനും വിശ്വസിക്കുന്നത്. EMS പറയാറുണ്ട്, മനുഷ്യനാണെങ്കിൽ തെറ്റുപറ്റും. എന്നാൽ കമ്മ്യൂണിസ്റ്റുകാർക്കുള്ള പ്രത്യേകത, അങ്ങനെ തെറ്റുപറ്റിയാൽ ആ തെറ്റ് തിരുത്തി ശരിയായ വഴികളിലൂടെ വേഗം സഞ്ചരിക്കും. സഖാവ് EMS ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. അതുകൊണ്ട് മനുഷ്യരാണെങ്കിൽ തെറ്റൊക്കെ ചിലപ്പോൾ പറ്റിയേക്കും. ആ തെറ്റെന്താണെന്നുള്ള ചൂണ്ടിക്കാണിച്ചാലേ പറയാൻ പറ്റൂ. ഇത്തരം ഒരു വാർത്ത ഗോവിന്ദമാഷ് പറയാൻ സാധ്യതയുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അല്ല, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, അങ്ങനെ അദ്ദേഹം പറയാൻ സാധ്യതയേ ഇല്ല. തിരുത്തണമെങ്കിൽ എൻ്റെ കുറ്റം എന്തെങ്കിലും എൻ്റെ മുമ്പിൽ വരണ്ടേ? എൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു പ്രശ്നവും എൻ്റെ മുമ്പിൽ വന്നിട്ടില്ല. അങ്ങനെ ഗോവിന്ദമാഷ് പറയാനും സാധ്യതയില്ല. ഇത് തെറ്റായിട്ടുള്ള പ്രചരണമാണ്.